എടാ അവൾ ആരോടോ ഫോണിൽ കൊഞ്ചിക്കുഴയുന്നത് കേട്ടത്. കൊഞ്ചിക്കുഴയുന്നു ഒന്ന് പോകാൻ അവിടുന്ന്. ആരോടെങ്കിലും ഈ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങളോട് വല്ലതും സംസാരിച്ചതായിരിക്കും. ഞാൻ പറയാനുള്ളത് എന്റെ മോനെ പറഞ്ഞു. നീ അത് ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. എന്നതാ ഇത്? അമ്മ അവളുമായിട്ട് വഴക്കിടാറുണ്ട്, നിങ്ങൾ അമ്മ ശത്രുക്കളാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ പറ്റി ഇങ്ങനെ പരദൂഷണം പറയരുത് കേട്ടോ. ഒരു ഭർത്താവിന്റെ ഭാര്യയെ പറ്റി കുറ്റം എന്ന് പറയുന്നത് പരദൂഷണമൊന്നും അല്ല മോനെ. നിനക്ക് കിട്ടുമ്പോ നീ പഠിച്ചോളും. അപ്പ അമ്മേ എന്റെ പോയി ഇങ്ങനെ എന്നോട് പറയാൻ വന്നോട്ടല്ലോ, കാരണം തുറന്നു തരും കേട്ടോ. നീ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ അവള് പോകൂടാ, ഉറപ്പാ. എടാ മോനെ, അവളെ ചുമന്ന ചുരിദാറിട്ട ഫോട്ടോ കണ്ടോ, ഞാനിട്ട വോയിസ് മെസ്സേജ് കേട്ടോ എന്നൊക്കെ ഫോണിൽ കൂടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാ ഞാൻ മോനോട് വന്ന് പറഞ്ഞത്. മനസ്സിലായോ? എന്തുവാ? എടാ സത്യവാടാ, ഞാൻ കേട്ടിട്ടാ പറയുന്നത്. ഒരു കണ്ണവളുടെ മേളിൽ വേണം കേട്ടോ. അവൾ എപ്പോഴാ പോണെന്നറിയില്ല. അമ്മ പറയണ്ട പറഞ്ഞു കേട്ടോ. ഇനി മോന്റെ ഇഷ്ടം. അപ്പച്ചൊന്ന് മാറിപ്പോയി, എനിക്ക് അലക്കണം. അലക്കിക്കോ, എന്റെ തുണി നീ അലക്കോ. പിന്നെ ഞാൻ എന്തിനാ അപ്പച്ചിന്റെ തുണി അലക്കണേ? നീ അലക്കിക്കോ, ഞാൻ മാറണല്ല പറഞ്ഞത്. അന്ന് നീ തുണി അലക്കിക്കോ. എന്റെ അയ്യടാ, നൈസായിട്ട് എന്നെ കൊണ്ട് അലപ്പിക്കാന്ന് വിചാരിക്കണ്ട. എന്റെ തുണി വലിച്ചു വിടണത് എന്റെ സോപ്പ്. അതെന്റെ സോപ്പാ. ഇതേ എന്റെ കൂടി സോപ്പാ. ഈ അലക്കല്ലേ നീ അലക്കണ്ട. ഞാനല്ല ആദ്യം ജനിച്ചത്, ഞാൻ അലക്കട്ടെ ആദ്യം. എന്തിനാ ജനിച്ച കഥയും വളർന്ന കഥയൊക്കെ പറയണേ? എടി ഇന്നലെ നിന്റെ ഹെഡ് സെറ്റ് ഞാൻ എടുത്തത് നീ എന്ത് തുള്ളിച്ചാണ് ഇന്നലെ തുള്ളിയത്? അതെ, ഞാൻ മര്യാദക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണ ഹെഡ്സെറ്റാ. കണ്ണി കണ്ടവരെ ചെവിയിൽ കുത്തി കയറ്റിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. എടി എന്റെ ചെവി ഒലിക്കണമെന്നില്ല. എന്റെ ചെവി നല്ല ക്ലിയർ ചെവിയാണ്. എന്റെ ചെവിക്ക് തൊട്ടുടായ്മൊന്നുമില്ല. അപ്പച്ചി മര്യാദക്ക് കുളിക്കാറുണ്ടാ? നന്ദി മണം തോക്ക് നീ കുളിച്ചിട്ടുണ്ടോന്ന് അറിയാനായിട്ട്. നല്ല മണമുണ്ട്. വൃത്തിയായിട്ടോളെ. ഞാൻ അലക്കട്ടത് എന്റെ അലക്കല്ലാണ്, എന്റെ വീട്ടിൽ അലക്കല്ല്. നീ എവിടെയെങ്കിലും പോയി അലക്ക്. അതൊക്കെ പണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ വീടാ, ഞങ്ങളെ താമസിക്കണേ. എടി ഈ കല്ല് എന്റെ അച്ഛൻ ചുമന്നോണ്ട് കൂടെ കൊണ്ടിടുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. എനിക്കാണ് അവകാശപ്പെട്ട കല്ലിന് അത് കേട്ടോ. പണ്ടത്തെ കഥയൊന്നും പറയണ്ട, അത് എന്റെ അച്ചാച്ചനാണെന്ന്. ഇപ്പൊ ഞങ്ങളാണ് ഇവിടെ താമസിക്കണേ. എല്ലാവരും വേഷം കിട്ടൊന്നും എടുക്കണ്ട. പോയി പിന്നെ അലക്ക്. എന്റെ അച്ഛനായിട്ടുള്ള നിന്റെ അച്ചാച്ചനായത് മനസ്സിലായില്ല. ഈ സോപ്പ് ആര് മേടിച്ചത്? എന്റെ അച്ഛൻ മേടിച്ചത്. നിന്റെ അച്ഛൻ്റെ അവിടെ കാശ് ഇട്ടത് എന്റെ അമ്മയുടെ കാശ്. എന്റെ അമ്മയുടെ കാശ് എന്റെ വീടും കാശ്. അത് ഞങ്ങളുടെ അച്ഛമ്മയാണ്. അപ്പച്ചിക്ക് അപ്പച്ചിന്റെ വീട്ടിൽ പോയാ പോലെ എന്തിനാ ഇവിടെ ഒന്ന് വേഷം കിട്ടാൻ? ഞാനിവിടെ നിക്കൂടി. ഈ വീടിന്റെ പകുതി അവകാശം എനിക്കാടി. എന്റെ മേത്തേക്ക് തെറിപ്പിച്ചോണ്ടല്ലോ. തെറിപ്പിക്കും. ഡ്രസ് തൊടാൻ ഞാനെറിയും. അച്ഛൻ നീ അല്ല ആദ്യം എടുത്തു. നീ വെക്കി ഇവിടെ. നീ ആദ്യം വെക്കി. ആദ്യം എടുത്താൾ വെച്ചിട്ട് പാടത്തേക്ക് എറിയാൻ പറ്റില്ല. കമ്പിയാണ്. നീ ഇവിടെ. എന്റെ പുതിയ പാവാടയാണ് ഇത്. ഇവിടെ വെച്ചോ. എന്റെ പുതിയ ഷർട്ട് നീ അവിടെ വെക്കി. ആദ്യം എടുത്ത് ആദ്യം വെക്കി. വെക്കി. കോംപ്രമൈസ് വെക്കി. എന്റെ ഡ്രസ് ഇവിടെ വെക്കോ? വെക്കും. പതുക്കെ വെക്കി. അപ്പൊ പതുക്കെ ഞാനും വെക്കും. ഇതാരോടെ കൊണ്ടുവച്ചത്? ഒന്ന് പോയി തരുമോ? കുറച്ച് കഴിഞ്ഞിട്ട് അലക്കാ പോരെ? പറ്റൂല. ആണെങ്കിൽ ഒരുമിച്ച് അലക്കാം. എനിക്ക് വേറെ പണിയുള്ളതാണ്. എടി ഹെഡ്സെറ്റ് ഒക്കെ ഇത്ര അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ഇത്ര അഹങ്കാരം ആയിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ നിനക്ക് ഈ വിനയം വന്നല്ല. ഇന്നലെ ഈ വിനയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ വിനയുണ്ടല്ലോ. മാറിപ്പോയേ. മാറിപ്പോന്നില്ല. വേണമെങ്കിൽ പകുതിട്ട് അലക്കുക. എന്നാ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കിക്കോളാം. അന്ന് വാഷിംഗ് മെഷീൻ അവിടെ പോയി അലക്ക്. സൗകര്യം ഇല്ല. പോയി അലക്കടി. അലക്ക്. എന്റെ നല്ല ഡ്രസ്സൊക്കെ ചീത്തയാവും വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ. പിന്നെ അലക്കല് നിന്റെ കാശിന് മേടിച്ചൊന്നും അല്ലല്ലോ. ഓസിന് മേടിക്കണല്ലേ? കളറുള്ള ആ റോസിന് മേടിക്കണേ. ഈ തന്നെ എന്റെ അച്ഛമ്മ മേടിച്ചാണെങ്കിൽ അത് എനിക്കും കൂടെ ഉള്ളതാണ്. അച്ഛമ്മയുടെ കാശ് എന്ന് പറഞ്ഞാൽ എന്റെ കാശാണ്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഡ്രസ്സിന് ഞാനും അവകാശമാണ്. ആ ഡ്രസ്സിന് അപ്പച്ചി അവകാശമാണ്. ആ ഡ്രസ്സ് അപ്പച്ചിയുടെ പേട്ട ഡ്രസ്സല്ലേ? മനുഷ്യരല്ലേ, മനസ്സ് മാറിപ്പോവും. സർവ്വസാധാരണം അങ്ങനെ തന്നെ. പിന്നെ സ്നേഹം കിട്ടുമ്പോഴല്ലേ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അത്ര തന്നെ. ആരതായാലും മനസ്സ് മാറും. അതങ്ങനെ തന്നെയാ. ഞാൻ പിന്നെ വിളിക്കേ. നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ പതുങ്ങി നിന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നേ? ഞാൻ നിന്നെ പേടിപ്പിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ പതുങ്ങി നിൽക്കുകയല്ല. ഞാനും ഇവിടെ ഉള്ള ആളല്ലേ. പിന്നെ നീ എന്നെ കണ്ട് പേടിക്കുന്നു? പിന്നെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോകൂലേ? അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്തോ കള്ളത്തരമുണ്ട്.
അത് നിങ്ങളുടെ മനസ്സിൽ കള്ളത്തരമുള്ളതുകൊണ്ട് തോന്നുന്നതാ. എന്റെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ല. എനിക്ക് ആരെയും കണ്ടൊരു പേടിയും തോന്നിയിട്ടില്ല. നിനക്കാണ് പേടി തോന്നിയതല്ല. നീ ആരെയാ ഫോൺ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്യും, അതിനെന്താ? ആരാ ഫോൺ ചെയ്യുന്നു പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴുവോ? ചിലപ്പോ ഇടിഞ്ഞങ്ങ് വീണാലോ? ഇടി, ഞാൻ നിന്റെ ഭർത്താവല്ലേ. നീ ആരെയാ ഫോൺ ചെയ്യുന്ന എന്നോട് പറഞ്ഞോണ്ട് വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ. നിങ്ങൾ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കാൻ തന്നെ പാടണ്ട, നീ ആരെയാ ഫോൺ ചെയ്യുന്നെന്ന്. ഇതെന്നെ എത്ര വലിയ തെറ്റാ? തെറ്റ് ശരിയൊക്കെ ഞാൻ അധികം വൈകാതെ പുറത്ത് കൊണ്ടിരുന്നുണ്ട്. അതൊരു കുത്തി പറയല്. നിന്റെ ഫോൺ ചെയ്യലത്തിരി കൂടുതലാ. ഇനി അധികം ആരെയും ഫോൺ ചെയ്യണ്ട കേട്ടാ, അങ്ങ് നിർത്തിക്കും. ഞാൻ ഫോൺ ചെയ്യൽ നിർത്താം. എന്നാ പിന്നെ നിങ്ങളും ഫോൺ ചെയ്യൽ അങ്ങ് നിർത്ത്. ഈ പെണ്ണുങ്ങൾ അങ്ങനെ അധിക നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ആണുങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഫോൺ ചെയ്യാം, അത് ശരിയും കേടൊന്നല്ല അല്ലേ? ഓരോ ന്യായവും കൊണ്ട് വന്നോളൂ. നിന്റെ ഫോൺ വിളി എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാടി. നാട്ടുകാരൊക്കെ കാണുന്നത് എന്ത് കാണിക്കണേ? എന്തുവാടി കുറെ നേരം കുണുകുണുകുണാ സംസാരിച്ചോണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ എടുത്തോളാടി. ഓ, എടുക്കാൻ വേണ്ടി ഞാൻ പണ്ടത്തെ അത്ര കനോന്നല്ല. എന്തോ സംഭവം? എന്തോ സംഭവം എന്നോ നോക്കി വെച്ചോ. ഇവിടെ ശരിയല്ലേ ഉള്ളു? ആ അമ്മ എന്ത് ചെയ്ത്? അമ്മ എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ മക്കളുടെ ഒക്കെ പറഞ്ഞു തന്നോളാം. തലക്ക് ഓളം കാണാൻ തോന്നുന്നു ശരിയല്ലാന്ന്. എന്തിനാ പറഞ്ഞു കൊടുക്കുന്ന പിള്ളേരോട്? എടി, ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ ഫോൺ ചെയ്ത് നടക്കുമ്പോൾ ഞാൻ വന്ന് ചോദിക്കുന്നുണ്ടാ ആരെയാ വിളിക്കുന്നതെന്ന്? നീ ചോദിക്കുന്നേ എനിക്ക് പറയാൻ ഉത്തരം ഉണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറകിലെങ്ങാനും നോക്കി അങ്ങ് ഓടും ഫോൺ എടുത്തിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ നിന്നിട്ടില്ലേ സംസാരിച്ചേ? എന്റെ പൊന്നെ പതുക്കെ സംസാരിക്കാൻ, നാട്ടുകാരൊക്കെ നോക്കുന്നു. പറയിപ്പിക്കുന്നതല്ലേ? നാട്ടുകാർ പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയാൽ ഇവക്ക് നല്ലത്, നിനക്ക് നല്ലത്, നമുക്ക് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഫസ്റ്റ് നിങ്ങളെ മനസ്സിൽ കേടെടുത്തിട്ട് അങ്ങ് മാറ്റും. അയ്യാ, ഈ 4 പിള്ളേരും കൂടെ ആയി കഴിഞ്ഞിട്ടില്ല എന്റെ മനസ്സിൽ കേടുണ്ടാകുന്നത്. പിന്നെ 4 പിള്ളേരായിട്ടില്ല നിങ്ങൾ എന്നോട് ഇപ്പൊ ഇത് ചോദിച്ചത് ആരെയാ വിളിക്കുന്നേന്ന്. ചില കേടുകളൊക്കെ കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവും. അത്രയും മനസ്സിലാക്കിയാൽ മതി. പിള്ളേർ നിൽക്കുന്ന അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കൂടുതൽ. ഉപദേശിച്ച് നന്നാക്കാൻ നോക്കമ്മേ. എന്തോ സംഭവം? എന്റെ അച്ഛൻ പുതിയ ഇതൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെ. എന്തോന്ന്? എന്താ പറയാതിന്? എന്ത്? പാർലമെന്റിലെല്ലാം എന്തോ പറയില്ലേ, നിയമം. എന്ത് നിയമം? പെണ്ണുങ്ങളൊന്നും ഫോൺ ചെയ്യരുത് ആരെയൊന്ന്. അതെന്ത് പറച്ചിലാണ്? അപ്പൊ ഇവിടെ ആണുങ്ങൾക്ക് മാത്രം ഫോൺ ചെയ്താൽ മതിയാ? നീ പോയിട്ട് നിന്റെ അച്ഛനോട് പറഞ്ഞേ അമ്മ ഫോൺ ചെയ്യൂന്ന്. ഞാനാ? എടി എടി എടി, ഞാൻ കേൾക്കുന്നുണ്ട്. നിന്റെ അമ്മ പറഞ്ഞത് മുഴുവൻ കള്ളത്തിലാ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പെണ്ണുങ്ങൾ ഫോൺ ചെയ്തിരുന്നു. അവിടെ ഇപ്പൊ ഉണ്ടായിരുന്ന പിന്നെ ഇവർ അച്ഛനാ പറഞ്ഞ് ചുമ്മാ. അപ്പച്ചി, ഈ അഴേ എന്റെ അമ്മ കെട്ടിയതാ. സഞ്ജു ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോ അവൻ കൊണ്ടുവന്ന കയറുകൊണ്ട് കെട്ടിയതാ. അപ്പച്ചി എന്തിനാ ഇതിൽ തുണിയിടണേ? ഇന്നലത്തെ ചോദിക്കേ നോക്കി നീ ചവിട്ടിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? അപ്പച്ചിയുടെ നെഞ്ചത്ത്. ചണ്ടല്ല ഒന്ന് പെടക്കി അങ്ങട്. കൈ അഴുക്കാവും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലാണ്ട് പേടിച്ചിട്ടല്ല. ഇല്ലടി, പുളുന്തൂസം നിന്നെ ആർക്ക് പേടി? ചേച്ചി എന്താണ് ഇവിടെ നിക്കുവായിരുന്നു. ഞാൻ എവിടെയൊക്കെ തപ്പിയെന്നറിയാവോ? എന്തിനു തപ്പിയേ? നീയേ ഇവിടെ എടുത്തോണ്ട് വെക്കോ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തട്ടിയിടിന്റെ ഉള്ളിൽ താഴേക്ക് ഒന്ന് കാണട്ടെ, ഒന്ന് തട്ടിയിട്ടേ. എന്റെ ദൈവമേ, ടെറസാണ്, വെറുതെ അലമുണ്ടാക്കാതെ. പറ, എന്താണ്? ചേച്ചി എനിക്കൊരു കണ്ടന്റ് ഉണ്ട് ചേച്ചി പറയാൻ. എന്താ കണ്ടന്റ്? കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇവളെ ഇപ്പൊ വിളിച്ചോണ്ടോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ കണ്ടന്റ് ഞാൻ ഉണ്ടാക്കിക്കോളാം. ശവായി എന്ന് പറഞ്ഞു. അടങ്ങി ചേച്ചി, വെറുതെ പിള്ളേരെ പോലെ അടി ഉണ്ടാക്കാതെ. നത്തിന് വിളിച്ചോണ്ട് പോണ്ട. നത്ത് ഉണ്ടക്കടി. എന്റെ പൊന്നോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ചേച്ചി, നല്ലൊരു കണ്ടന്റാ. പറയ്. അച്ഛനും അമ്മയും തമ്മിൽ മുട്ടം വഴക്ക്. ഇതാണ് കണ്ടന്റ്. വാട്ട് എ ന്യൂ ജനറേഷൻ പിള്ളേർ. അച്ഛനമ്മമാര് തല്ലുപിടിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കുന്നു. നാണല്ലേ? അതല്ല, പിന്നെന്താണ്? അച്ഛൻ എന്താ അമ്മയടുത്ത് പറഞ്ഞെന്നറിയാവോ? എന്താണ് പറഞ്ഞേ? വല്ല അച്ഛൻ അമ്മയുടെ പൈസ അടിച്ചു മാറ്റിയുണ്ടോ? അതാണോ? അതല്ല. പിന്നെന്താ? വല്ല മാലയൊക്കെ അടിച്ചു മാറ്റിയ? അതല്ലെന്ന്. പിന്നെന്താണ്? ചേച്ചി, അച്ഛൻ പറയുവാണേ ഈ വീട്ടില് പെണ്ണുങ്ങളൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ആണുങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. അതെവിടത്തെ പരിപാടിയാണ്? ഒരുമാതിരി വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇത്? ഇതിനെതിരെ പ്രതികരിക്കണം. ഞങ്ങള് പ്രതികരിച്ചോളാം.
സ്ത്രീകൾക്കെതിരെ എന്താ രീതി കണ്ടാലും ഞാൻ പ്രതികരിക്കും. നിന്റെ പ്രതികാരനോട് ആവശ്യമില്ല. അപ്പച്ചി പ്രതികരിക്കണോട് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. എടി, നിന്നോട് നിന്റെ അമ്മയോട് എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന എന്തിനോട് ഞാൻ പ്രതികരിക്കും. ഇത് ഞങ്ങളുടെ കുടുംബാരെ ഞങ്ങൾ നോക്കിക്കോളാം. എടി, ഞാനോട് പ്രതികരിക്കട്ടെ. ഞാനും വരട്ടെ പ്രതികരിക്കാൻ. ആ എന്നാ കമോൺ, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പ്രതികരിക്കാം. മാറ്റങ്ങട് എടി, പ്രതികരിക്കട്ടെ. ആക്കി ഈ വീട്ടിലെ സ്ത്രീകൾക്കും ലോകത്തിലെ സകല സ്ത്രീകൾക്കും വേണ്ടി നമ്മൾ പ്രതികരിക്കാൻ പോകുന്നു. ആ പ്രതികരിക്കാം. ചെയ്ത് ഉഷാറാവ്. ആ പ്രതികരിക്കാം. കമോൺ, നമുക്ക് പ്രതികരിക്കാം. പാത്രം എടുക്കണ. അല്ല, വിരിച്ചിട്ട് വന്നാ മതി. ഓരോ ശല്യങ്ങളായിരുന്നു റോട്ടിൽ കൊല്ലാനായിട്ട്. നീ ആരാടാ ശല്യം വിളിച്ചത്? അയ്യോ, വേണമെങ്കിലല്ല. പിന്നെ ഞാനേ എന്റെ വണ്ടിന്റെ മുമ്പിൽ വന്ന ആളെയാണ് ഞാൻ ശല്യം എന്ന് വിളിച്ചത്. നിന്റെ റൂട്ടൊക്കെ എനിക്ക് മനസ്സിലായി. നീ പോയി നിന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നേ. അവൻ ശല്യം എന്ന് വിളിച്ച ആരാന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണ് വിചാരം. അതെങ്ങനെ അപ്പന്റെ മോനല്ലേ, അവൻ അതിന്റെ അപ്പുറവും വിളിക്കും. എടാ, നീ എന്താടാ എന്നെ വിളിച്ച്? അയ്യോ, ഞാൻ പ്രകാശിന്റെ അമ്മയെ ഞാൻ വിളിച്ചില്ല. അപ്പൊ അപ്പുണ്ണി ഒന്ന് പറഞ്ഞതോ? അത് പ്രകാശിയാണ് ഞാൻ വിളിച്ചത്. നീ എന്തിനാ പ്രകാശനെ അന്വേഷിക്കുന്നത്? അത് ഞങ്ങൾ കുറച്ച് ബിസിനസ്സുകാരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ, നീ ബിസിനസ് കാര്യം പറഞ്ഞ എന്റെ പ്രകാശനെ വഴിതെറ്റിക്കല്ലടാ. ഞാനാ? ആ, എന്റെ അമ്മ വീട്ടിൽ പറയുന്നറിയോ, നിങ്ങളുടെ മകനാണ് എന്നെ വഴിതെറ്റിക്കണെന്നാണ്. വഴിതെറ്റാനായിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? അമ്മ, അത് പിന്നെ എന്റെ ബിസിനസ് നടക്കണമെങ്കിൽ പ്രകാശ് എന്റെ കൂടുതൽ വേണം. ആ ആ ആ നിനക്ക് പ്രകാശന്റെ പൈസ വേണം, അതിനാ നീ അവന്റെ പുറകെ നടക്കണം. അല്ലടാ അമ്പടോ. എന്താ ഈ പറയണത് നിങ്ങൾ? പ്രകാശിന്റെ പൈസ വേണം? അതെ. ആ, പ്രകാശി, നിങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടോ, നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുവന്നു. നീ പുറകെ നടക്കാതിരുന്ന പോലെ സൈഡിലോ മുമ്പിലോ നടന്നു. അപ്പൊ ഓക്കെ അല്ലേ? നീ എന്നെ കളിയാക്കുമല്ലടാ. ഒരു തമാശ പറഞ്ഞല്ലേ? ഇവൻ കൊണ്ട് വഴിയാധാരമാക്കുമ്പോഴേ നിനക്ക് ഈ അമ്മ പറഞ്ഞ് മനസ്സിലാവും. എന്തു അമ്മ ഇത്? ചുമ്മാ നിങ്ങൾ ചുമ്മാ ഒരു വർത്തമാനം പറയൂ കേട്ടോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. എനിക്ക് പറയാൻ പറയാം കേട്ടോ. എന്തുവാണ് ഇതെന്റെ അമ്മയാണാ? അമ്മയാന്നോർത്ത് ഇങ്ങനെയാണോ സംസാരിക്കണത്? നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയടാ. അമ്മേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകത്തില്ല. ഞാനേ പ്രകാശ് വിളിച്ചിട്ടാണ് വന്നത്. അമ്മ, ഞങ്ങൾക്കൊരു ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് വേണുകുട്ടനെ. രണ്ടും പോകുന്ന ഇറങ്ങി, രണ്ടും പോ. ഓ, വാ. ദേ ഇവിടൊക്കെ കാലമടക്ക് ഒരു ഒറ്റ അടി വെച്ച നാട്ടിലോ പെട്ടയ്ക്ക് നീ അവിടെ കിടന്നു. തള്ള ഇപ്പൊ നിലത്ത് കിടന്ന് പഠിച്ചേനെ. എവിടുന്ന് കിട്ടി ഈ സാധനത്തിന് നിങ്ങൾ? ഇപ്പൊ വീടിരുന്നെങ്കിൽ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോണ്ടി വന്നേനെ. ഇങ്ങനെ വീടിക്ക്. അടങ്ങി ഇതൊക്കെ ചെയ്യുന്ന നല്ലത് കേട്ടാ. പ്രായമൊക്കെ ഒന്ന് ചിന്തിക്കണം. വൈദ്യശാല ടീമൊക്കെ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയേക്കോ രാവിലെ. അയ്യോ, പൊട്ടിക്ക് ഞാൻ അവനെ കേട്ടോ. എന്റെ പ്രകാശ പോവർ മേക്കപ്പ് ഇട്ട് നടക്കുന്നു. ഞാൻ പ്രകാശിയുടെ അമ്മയായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വല്ലതും ഞാൻ പറഞ്ഞുതരാൻ. ഇരിക്കവിടെ. നിനക്കറിയാവുന്നതല്ലേ അമ്മേ? ചുമ്മാ പറയുന്നാടാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആ, ഇത് ശരിക്കും നിങ്ങളുടെ അമ്മ തന്നെയാണത്? എന്തുവാടാ? എന്നാലും അതല്ല, സ്വന്തം മകന്റെ കൂട്ടുകാരൻ വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറണത്? എടേ, നിന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഈ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. അത് ശരി. അപ്പൊ നിങ്ങളിങ്ങനെ അറിഞ്ഞോണ്ട് വിളിച്ചു വരുത്തിയതാണ്. എന്തോന്നാടേ ഇത്? നീ ഇപ്പൊ അമ്മയെക്കാനും വലിയ കഷ്ടമാണല്ലോ. അല്ലെങ്കിൽ എനിക്കറിയാം പ്രകാശി, നിങ്ങൾക്ക് ഈ കാര്യം കാണുന്നവരെയുള്ള ഇതേ ഉള്ളൂ. കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറിവേപ്പില നമ്മളെടുത്ത് ദൂരെ കളയും. ഡേ ഒരു മാതിരി ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. എനിക്ക് നീ കഴിഞ്ഞിട്ടില്ലേ ആരും. ഇവിടെ പറയുന്നത് എന്താ അറിയോ? നീ വിളിക്കുമ്പോ ദേ ഭാര്യ വിളിക്കുന്നു. ഒരുപാട് അങ്ങ് പതപ്പിക്കല്ലേ. പതപ്പിച്ചൊന്നുമല്ല, ഫോൺ നീ കഴിഞ്ഞിട്ടുള്ളൂ. ഫോൺ മല്ലടിക്കും. ഇന്നലെ ഒരു സ്ഥലത്തിന്റെ 4 സെന്റ് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടീമാന്ന് തോന്നുന്നു. എടുത്തു. ഹലോ, എന്നാ പറ്റി? കസ്റ്റമർ കെയർ. എന്തുവാണ് ഇതിവരിങ്ങനെ അവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക? അവരുടെ ജോലിയല്ലേ പ്രകാശ്, അവരെപ്പോഴും വിളിക്കും. എന്നാൽ ഈ ഏത് നേരവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? മോശം അഭിപ്രായം. ആ, പിന്നെ ചെവി മുതൽ തലച്ചോറ് വരെ അടിച്ചു പോകും. എടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ ഈ പെണ്ണുങ്ങളുണ്ടല്ലേ, ചില പെണ്ണുങ്ങളെ ഏത് സമയം ഫോൺ ഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശം അഭിപ്രായം ആണല്ലേ? പിന്നെ കുഴപ്പം എന്തുവാ? കാലം ശരിയല്ലേ പ്രകാശി. കാലത്തിന് എന്തുവാടേ കുഴപ്പം? ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ. ഈ പെണ്ണുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിട്ടേ ഓരോരുത്തർമാരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് ശരി. ഈ പറ്റിക്കാൻ നടക്കുന്നമാരെ ആദ്യം പെണ്ണുങ്ങളുടെ നമ്പർ എവിടുന്നേലും സംഘടിപ്പിക്കും, പിന്നെ ഒരു ഹായ് അയക്കും,
പിന്നെ ഗുഡ് മോർണിംഗ് അയക്കും, പിന്നെ ഗുഡ് നൈറ്റ് അയക്കും. അവന്മാർക്ക് ഈ കല്യാണം കഴിച്ചോരോ കഴിക്കാത്തവരോ അങ്ങനെയൊന്നും അവന്മാർക്ക് നോട്ടമില്ല. അതിന് തിരിച്ചു മറുപടി അയക്കാതിരുന്ന പോരെ? മനുഷ്യനല്ലേ, ഒരു ദുർബല നിമിഷത്തിൽ അയച്ചു പോയാലോ? അയക്കും അല്ലേ? പിന്നെ അത് അയച്ചു പോകും. പിന്നെ ഈ ഹായും ഗുഡ് നൈറ്റ് ഒക്കെ എവിടെ ചെന്ന് അവസാനിക്കണമെന്നറിയോ? ഒളിച്ചോട്ടത്തിൽ ചെന്ന് അവസാനിക്കും. ഒളിച്ചോടുവോ? പിന്നെ ഒളിച്ചോടുവന്നു. നമ്മുടെ ആ ഷാപ്പില് കള്ളു വെക്കാൻ വേണ്ടി നിൽക്കുന്ന ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരുത്തനില്ലേ, വെള്ളം, അവന്റെ ആ വളപ്പിൽ താമസിക്കണേ, അവന്റെ ഭാര്യ ഇതുപോലെ തന്നെ ഫോണുകളിൽ ഒരുത്തനെ ആയിട്ട് പരിചയപ്പെട്ടാണ് ഒളിച്ചോടി കളഞ്ഞു. അവര് കിളവി 52 വയസ്സില്ലേടാ അവർക്ക്. ഇവർക്ക് ഇത് ഇങ്ങനെയൊന്നും ഇല്ല പ്രകാശി. ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ ഇതല്ലേ ഇത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവന്റെ അവസ്ഥ ഇപ്പൊ കണ്ടിട്ടുണ്ടോ? അവൻ ഷാപ്പിൽ തന്നെ കള്ളു കുടിച്ച് അവിടെ തന്നെ കിടപ്പാ. ജീവിതം പോയി അവന്റെ. എനിക്ക് നീ ഇവിടെ ഞാനിപ്പോ എനിക്ക് എന്ത് വെച്ചി? കക്കൂസി പോണോ? ഇപ്പൊ 5 മിനിറ്റ് നീ ഇവിടെ. പെട്ടെന്നൊരു കക്കൂസി പോകും. ആ തള്ള ചിലപ്പോ വല്ല സോപ്പ് പൗഡറും കലക്കി കൊടുത്തു കാണും. അവരതിനും മടിക്കത്തില്ല. വയറുവേദന എങ്ങനെയുണ്ട്? ആരുടെ? നിങ്ങളല്ലേ വയറിന് സുഖമില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ അകത്തേക്ക് ഓടിയത്? മറന്നുപോയി. ഓക്കെ, അടിപൊളി, കുഴപ്പമില്ല. ഇപ്പൊ എന്നറിയാ, ഈ ഫുഡിൽ മൊത്തം മായല്ലേ, അതിന്റെ ആയിരിക്കോളൂ. ഫുഡ് മാത്രമല്ല, മൊത്തത്തിൽ മനുഷ്യരും എല്ലാരും മായവാ. അതെന്നാ പ്രകാശ് അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒരു മായുള്ളൊരു മനുഷ്യനല്ല. ഞാൻ കളങ്കമില്ലാത്തൊരു മനുഷ്യനാണ്. എടേ, നിന്നെ ഉദ്ദേശിച്ചാണ് നിന്നോട് പറയുവോ പൊട്ടാ? ഇപ്പൊ അല്ലെങ്കിൽ ലോകം മുഴുവൻ മായല്ലേ. അതെ. പിന്നെ നീ നേരത്തെ പറഞ്ഞ ചെല്ലപ്പന്റെ കാര്യമില്ലേ? ഏത് ചെല്ലപ്പൻ? ഇടം ഭാര്യ, നമ്മുടെ ഷാപ്പിലെ വിൽപ്പനക്കാരൻ ചെല്ലപ്പൻ. അതേപോലത്തെ ഒരു വിഷയം എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. നിങ്ങളുടെ ഞാനറിയാത്ത ഏത് കൂട്ടുകാരൻ? എടേ, എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ സുമേഷ്. നിങ്ങൾ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ പ്രകാശ്? അത് ശരി. അപ്പൊ ഞാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ കോളേജിൽ പോകാൻ നടന്നവനാന്ന് നിന്റെ വിചാരം അല്ലേ? ഡിഗ്രി ഉണ്ടേ. എന്റെ ഇപ്പൊ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു? എന്റെ പ്രകാശ്, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടുകാരന് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവനിപ്പോ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു? ഫോൺ വിളിയാണോ, മെസ്സേജ് അയപ്പാണോ, അതോ ഒളിച്ചോട്ടത്തിന്റെ വക്കിലെത്തിയോ? മെസ്സേജ് അല്ല, ഫോൺ വിളിയില്ല. ഫോൺ വിളി ഉണ്ടെങ്കിൽ മെസ്സേജ് അയപ്പ് വേണം. ആണോ? മെസ്സേജ് അയപ്പ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഒളിച്ചോട്ടാ. വേണം കൂട്ടാ. നിങ്ങൾ എന്നെ കിടന്ന് വിളിച്ചിട്ട് എന്നാ കാര്യമുള്ളത്? എടാ, ഒരു വഴി പറഞ്ഞതാ. ഇതേ നിങ്ങളുടെ കൂട്ടുകാരന്റെ കഴിവുകേടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേണോ? ഒറ്റ വഴിയുള്ളൂ, ഡിവോഴ്സ് ചെയ്ത് കളയാൻ പറ. എന്താ കണ്ണിച്ചോറിയില്ലാതെ ഡിവോഴ്സ് ചെയ്ത് കളയാനൊക്കെ പറയുന്നത്? നമ്മളപ്പോ ഒന്നിപ്പിച്ചെടുക്കാനുള്ള മാർഗ്ഗമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? നിങ്ങളുടെ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ പോലെയാണല്ലോ. എന്റെ കൂട്ടുകാരനല്ലേടാ. എന്റെന്ന് വെച്ചാൽ നിന്റെ കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരനല്ലേ. 3-4 പിള്ളേരൊക്കെ ഉണ്ടാവന്. നമ്മൾ അവരുടെ പിള്ളേരുടെ ഭാവിയൊക്കെ ആലോചിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അവരുടെ ഫോൺ മേടിച്ചങ്ങ് തല്ലിപ്പൊടിച്ച് കളയാൻ പറ. അതായിട്ട് പാത്തിരുന്ന് നോക്കണം. അവര് ഈ ഫോൺ വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കളയിലും തുണി നനക്കാനും ഒക്കെ പോവുമല്ലോ. അപ്പൊ തപ്പിയെടുത്ത് പൊട്ടി. അത് അവനോട് നോക്കാൻ പറ. അവനെ ഉപദേശിക്കണം. ഉപദേശിക്കണം. എന്താ? അച്ഛനെ കൊണ്ട്, അച്ഛന്റെ മൂത്ത സന്താനല്ലേ, മൂത്ത മോൻ, അച്ഛനെ കൊണ്ട് കുത്തുവാല എടുപ്പിക്കും. എന്തുവാടേ, വല്ല മനസ്സിലാകുന്ന പാട്ടിലും പറ. സഞ്ജു ഏട്ടൻ അച്ഛനെ കൊണ്ട് കുത്തുവാല എടുപ്പിക്കും. എങ്ങനെ കുത്തുവാല എടുപ്പിക്കും? സഞ്ജു ഏട്ടനെ സിനിമ കഴിഞ്ഞിട്ട് സഞ്ജു ഏട്ടന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കഴിപ്പിക്കാൻ പോയതാ. അതിന് നീയും തീരെ മോശമൊന്നും അല്ലല്ലോ കഴിപ്പിന്റെ കാര്യത്തില്. വേണുവങ്ങളോട് ആരെങ്കിലും ചോദിച്ചാ അച്ഛമ്മ പറഞ്ഞില്ലേ വേണുവങ്ങള് ഇവിടെ കാലുകൂട്ടാൻ പറ്റൂലെന്ന്? നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു. നിന്നോട് ആദ്യം പ്രകാശിയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ അച്ഛമ്മേനെ വിളിച്ചോണ്ട് വന്നത്? അവന് തോന്നിയോണ്ട്. ഇവനെ ഒന്ന് ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനുണ്ട്. ഇവനെ ഞാൻ ഉപദേശിച്ചു, എന്നെ അവൻ വഴി തെറ്റിക്കും. ഇനി നീ ഇവിടെ കുറച്ചു നേരം ഉണ്ടല്ലോ, നീ അവനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും. ഞാൻ ഇപ്പൊ വരാം. നന്നാക്കണം കേട്ടോ. ആയിക്കോട്ടെ. എന്നിട്ട് പിൻവാങ്ങാവുള്ളൂ. അയ്യോ പടമണി, നിന്നെ ഈ വേണുവങ്ങൾ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാട്ടാ. ഒരു മിനിറ്റ്, ആദ്യം വേണുവങ്ങള് നന്നാവും, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ. വെള്ളം അടിച്ചിട്ട് നാറിയിട്ട്
മണം ഉണ്ട്. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല.